ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര കാലം നമ്മൾ പ്രവർത്തിക്കുന്ന അറിയില്ല. പ്രവർത്തിക്കുന്ന സമയത്ത് 100% വിഷയങ്ങളിൽ ശ്രമിക്കുക. ഒരു പൗരൻ്റെ വിഷയം, ഒരു സമൂഹത്തിൻ്റെ വിഷയം, തെറ്റായ പ്രവണതയുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള നിലപാട് അതിൽ 100% ശ്രമിക്കുക. ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തോ എന്ന് ചിന്തിച്ച് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കാരണം ഒന്ന് കാലാവസ്ഥയാണ്, ക്രമം തെറ്റി പെയ്യുന്ന മഴയാണ്. രണ്ടാമത്തെ പ്രശ്നം ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ്. അത് വകുപ്പിൻ്റെ ഏകോപനം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. മൂന്നാമത്തെ പ്രശ്നം തീർച്ചയായും തെറ്റായ ചില പ്രവണതകളാണ്. ആ പ്രവണതകൾ തിരുത്താൻ, സുതാര്യത ഉറപ്പുവരുത്താൻ വകുപ്പ് മുന്നോട്ട് പോകുന്നു. നാലാമത്തെ പ്രശ്നം വാഹനപ്പെരുപ്പമാണ്. അപ്പോൾ ഇത് നാലും കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ കേരളത്തിലെ റോഡുകളെക്കുറിച്ച് പൊതുവേ സംസാരിക്കുക. കരാറുകാരിൽ മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ തെറ്റായ പ്രവണതകൾ എല്ലാ രംഗത്തുള്ളതുപോലെ ഒരു മൈനോറിറ്റി കരാറുകാരിലുമുണ്ട്, ഒരു മൈനോറിറ്റി ഉദ്യോഗസ്ഥരിലുമുണ്ട്. അവർ തിരുത്തി ശരിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, മെജോറിറ്റി ഉള്ള നന്നായി ജോലി ചെയ്യുന്നവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തി DLP ബോർഡ്. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാവരും അതിൽ സഹകരിച്ചു. അവരുടെ മണ്ഡലങ്ങളിൽ അവരത് പ്രകാശനം ചെയ്തു. അതിൻ്റെ ഭാഗം തന്നെയാണ് ഓഫീസ് സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കോൺട്രാക്ട് സംവിധാനങ്ങളിലെ പല മാറ്റങ്ങൾ.